എല്ലാവർക്കും ഷിജിലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചീസ് ഓംപ്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാം, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചപ്പാത്തിൻ്റെ കൂടെ കുബൂസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഓംപ്ലേറ്റാണിത്. ഇതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചീസ് ഓംപ്ലേറ്റ് തയ്യാറാക്കാനുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സവാള, ഒരു തക്കാളി, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 3 കോഴിമുട്ട ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ചീസ് ഓംപ്ലേറ്റ് റെഡിയാക്കി എടുക്കാൻ ഒരു പാന് വെച്ചിട്ടുണ്ട്. പാന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിലൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച് സവാള ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ക്യാപ്സിക്കം, തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഒറിഗാനോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കോഴിമുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് വെച്ചാൽ മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ചീസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പിസ്സ ചീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചീസൊക്കെ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ചീസ് ഓംപ്ലേറ്റ് ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇത് ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ചപ്പാത്തിൻ്റെ കൂടെയും കുബൂസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. ചീസൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചീസൊക്കെ നന്നായി മെൽറ്റായിട്ടുണ്ട്. ശരിക്കും ഒരു പിസ്സ കട്ട് ചെയ്ത പോലെ തന്നെയാണ് കിട്ടുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.